എല്ലാ ശ്രീനാരായണ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കേൾക്കുന്നതും എന്തിന് ആ നാമം ഉച്ചരിക്കുന്നത് പോലും എത്രമാത്രം ആനന്ദദായകമാണ്, പുണ്യദായകമാണ്, മോക്ഷദായകമാണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ മഹത് ചരിത്രത്തിൻ്റെ ചില ഏടുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഒരു സുഹൃതമായി, ഒരു മുജ്ജന്മ പുണ്യമായി, എല്ലാത്തിലുമുപരി തൃപ്പാദങ്ങളുടെ അനുഗ്രഹമായി കാണുന്നു. 1925 മാർച്ച് 12 ശിവഗിരിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു. അന്നാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പടനായകൻ മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിക്കുന്നത്. പ്രധാനമായും 2 കാരണങ്ങളാണ് ആ സന്ദർശനത്തിന് പിറകിലുണ്ടായിരുന്നത്. ഒന്ന്, 1922 നവംബർ 15 ശിവഗിരി സന്ദർശിച്ച ഭാരതത്തിൻ്റെ സാഹിത്യത്തിനുള്ള ഒരേ ഒരു നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരി സന്ദർശിക്കുകയും അന്നുണ്ടായ അനുഭവങ്ങൾ മഹാത്മാഗാന്ധിജിയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലഭിച്ച ആരാധന, ശ്രീനാരായണ ഗുരുദേവനിൽ അടങ്ങിയിരുന്ന വിശിഷ്ടത, ആ ചൈതന്യം, ആ വിശ്വദർശനം, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അംഗങ്ങളെ കൂട്ടുക എന്നുള്ളതായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ അനേകായിരങ്ങൾ അംഗങ്ങളാണെന്നും ഗാന്ധിജി അറിഞ്ഞിട്ടുണ്ട്. അവരെ കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ ലക്ഷ്യം. രാവിലെ ശിവഗിരിയിൽ ഗാന്ധിജി എത്തുന്നു. സ്വീകരണങ്ങളെ കഴിഞ്ഞ് അവർ ചർച്ച ആരംഭിക്കുന്നു. ഗാന്ധിജി തൻ്റെ ആഗമനോദ്ദേശം ശ്രീനാരായണ ഗുരുദേവനെ അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്, നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രം സ്വാതന്ത്ര്യം പോരല്ലോ, അതിനു മുമ്പ് തന്നെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറയാതെ പറഞ്ഞത് 1757 പ്ലാസി യുദ്ധത്തോടു കൂടി മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഒപ്പം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരുമൊക്കെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഇന്ത്യ ജാതിപരമായ ഉച്ചനീചത്വങ്ങളിൽ അടിമപ്പെട്ട് അടിമകളായി കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഉണ്ട്. അതുവരെയുള്ള മഹാത്മാഗാന്ധിയുടെ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതായിരുന്നു ആ പ്രസ്താവന, ആ കണ്ടെത്തൽ. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുന്നത് വരെ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ അത് സ്വാഭാവികമാണ്, അത് ഉള്ളതാണ് എന്ന് മാത്രമായിരുന്നു ഗാന്ധിജിയുടെ വിചാരം. അദ്ദേഹം അത് പറയുകയുണ്ടായി. അടുത്തു നിന്ന ഒരു മാവ് ചൂണ്ടിക്കാണിച്ചിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, ആ വൃക്ഷത്തിൽ കാണുന്ന ഇലകൾ പല ആകൃതിയിലുള്ളതല്ലേ, ചെറുതുണ്ട്, വലുതുണ്ട്, വക്കില്ലാത്തതുണ്ട്, വക്ക് ചുരുങ്ങിയതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇലകൾ ഉള്ളതുപോലെ, ഒരു വൃക്ഷത്തിൽ പലതരത്തിലുള്ള ഇലകൾ ഉള്ളതുപോലെ ജാതി വ്യത്യാസം ഉള്ളതാണ്, അത് നിലനിൽക്കേണ്ടതാണ്. അതിന് തൃപ്പാദങ്ങൾ പറഞ്ഞ ആ മറുപടി, അങ്ങ് പറഞ്ഞ ആ ഇലകളല്ല, ആ ചെറിയ ഇലയും വലിയ ഇലയും ആ കുരുടൻ ഇലയും ആ വക്ക് കീറിയ ഇലയും
ഒക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് അതിനെ ഇടിച്ച് പിഴിഞ്ഞ് സത്താക്കി നോക്കൂ. അതിൻ്റെ സത്തയ്ക്ക് ഒരേ നിറമല്ലേ? അതിൻ്റെ സത്തയ്ക്ക് ഒരേ രുചിയല്ലേ? ആ സത്തയ്ക്കെല്ലാം ഒരേ ഗുണമല്ലേ? അതുപോലെ മനുഷ്യർക്കും ജാതി വ്യത്യാസം പാടില്ല. എല്ലാവർക്കും ഒരേ ആത്മാവാണ്. എല്ലാവരും ഒരേ ആത്മാവിൻ്റെ പ്രതിരൂപങ്ങൾ മാത്രമാണ്. അത് മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനതയെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകൃഷ്ടരാക്കുന്നതിന് വേണ്ടി 1919 മഹാത്മാഗാന്ധി 2 പത്രങ്ങൾ ആരംഭിച്ചിരുന്നു. ഒന്ന് യങ് ഇന്ത്യ, അത് ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അടുത്തത് നവജീവൻ, അത് ഗുജറാത്തിയിലും ഹിന്ദിയിലുമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. രണ്ടും വീക്കിലികളായിരുന്നു. അതിലൂടെ അദ്ദേഹം പുതിയ ഇന്ത്യയെ കണ്ടെത്താൻ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷകരാക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം അതിലെഴുതിയിരുന്നു. എന്നാൽ 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിന് ശേഷമാണ് 1933 ഹരിജൻ എന്ന പത്രം അദ്ദേഹം ആരംഭിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ലഭിച്ച മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും, ജാതി മീമാംസ, നമുക്ക് ജാതി വേണ്ട, ജാതി ഭാരതത്തിന് നാശമാണ്, അത് തുടച്ചു നീക്കണം എന്നുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ കാഴ്ചപ്പാട് ഹരിജൻ പത്രത്തിലൂടെ ഗാന്ധിജി ഇന്ത്യ ഒട്ടുക്ക് പടർത്തി. അതിൻ്റെ സ്വാധീനം ഇന്ത്യൻ ഭരണഘടന എഴുതുമ്പോൾ ഡോക്ടർ BR അംബേദ്കറിലും മറ്റ് ശില്പികളിലും കടന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെടുമ്പോൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങൾ സ്വാധീനിച്ചിരുന്നു, സ്വാംശീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഭാരതത്തിൻ്റെ 2 പുത്രന്മാരാണ്. അതിൽ മഹാത്മാഗാന്ധിയുടെ അവതാരോദ്ദേശം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാരോദ്ദേശ്യം ഒന്നും തന്നെ ആയിട്ടില്ല എന്ന് വേണമെന്ന് പറയാൻ പറ്റും. ജാതി മതവ്യത്യാസങ്ങൾ മനുഷ്യജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നിടത്തോളം കാലം ആ ദർശനങ്ങൾക്ക്, ആ അവതാരത്തിന്, ആ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം മാറിത്തീരുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത്, മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ചർച്ച നടക്കുന്നതിനിടയിൽ ജാതി വ്യത്യാസം ഉണ്ടെന്ന് ഗാന്ധിജി സ്ഥിരീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജാതി വ്യത്യാസം നാം ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അതിന് അങ്ങിനിയും ജനിക്കേണ്ടി വരും എന്നാണ്, അങ്ങിനിയും പലവട്ടം അവതാരം എടുക്കേണ്ടി വരുമെന്നാണ്. തീർച്ചയായും മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാർ ഇവിടുത്തെ ജാതി വ്യത്യാസം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇനിയും ജനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കെല്ലാവർക്കും ജാതി ഇല്ലാതാവുന്ന, മതമില്ലാതാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.